അതെ, കാലടി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് സ്ഥാനാർത്ഥിയുടെ കൂടെയാണുള്ളത്. ജലീൽ പെങ്ങളെ മോളാണ്. അപ്പൊ ഒന്നും നോക്കണ്ട, ഒരു ചേട്ടാ മൂത്തമ്മയാണ്. കൊറേ ദിവസമായി കണ്ടിട്ട് അറിയാം. ഇത് തണുത്തോളം വേണം പിടിക്കുവാ കണ്ടിട്ടില്ല. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ ഇതൊന്ന് മക്കളെ, ഞങ്ങൾ ഒരു യാത്ര പോകുന്നത്. ഉമ്മയൊക്കെ ഇവിടെ ഉണ്ട്, മാളിതാ ബാക്കിലാണ്. കാരണം ഉമ്മക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടി മാള് ബാക്കിൽ പോയിരുന്നാണ്. മാളൊരു പൊതുവെ അങ്ങനെ അറിയാലോ, ചെറിയ സുഖമില്ലായ്മ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിലും അപ്പൊ ഞങ്ങൾ അടിപൊളി യാത്ര പോവുകയാണ്. എവിടേക്കാണ് എന്താണെന്നൊക്കെ വീഡിയോയിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടാ. കാരണം ഒരു സർപ്രൈസ് തന്നെ ആയിക്കോട്ടെ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്ര തന്നെയാണ് പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. അപ്പോ നമ്മൾ എവിടുക്ക പോണത് നിങ്ങൾക്ക് അറിയോ? എവിടുക്ക പോണത്? ഉമ്മാന്റെ ഏടത്തിലോടൊക്കെ പോവുകയാണ്. ഉമ്മാന്റെ ഏടത്തിനെ കൊറേ ആയിട്ട് ആള് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റത് എപ്പോഴും പോയും വന്നും കൊണ്ടൊക്കെ ഇരുന്നീന്ന ആൾക്കാരാണ്. ഇപ്പൊ ആക്കും തന്നെ വയ്യാതെ വയ്യാതായി, രണ്ടാക്കും വയ്യാതായി. അപ്പൊ ഉമ്മ ഇതിനു മുമ്പ് ഒരാഴ്ച ഇപ്പൊ പോണെന്ന് വിചാരിച്ചിരുന്നു. അന്ന് ഉമ്മാക്ക് സോഡിയം കുറഞ്ഞ വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഉമ്മാക്ക് അന്ന് പോകാൻ പറ്റിയില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ യാത്ര ഇങ്ങനെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉമ്മാന്റെ ഏടത്തിനൊക്കെ മൂത്തമ്മാനെ കാണാത്തവർക്കൊക്കെ വേണ്ടി കാണാം. അവരെ വീട് പരിസരങ്ങള്, കാരണം അവിടെ നല്ല ഭംഗിയാണ്. ഏടത്തിനെ കൊണ്ടാണ് ഏടത്തിന്റെ മോനെ കൊണ്ടാണ് മോളെ കെട്ടിച്ചിരിക്കണത്. അതെ, ഏടത്തിനെ മോനാണ് ഉമ്മാന്റെ മോളെ കെട്ടിയിരിക്കണത്. അപ്പൊ രണ്ട് ബന്ധാണ്. രണ്ടാമത്തെ താത്താനെ ഉമ്മാന്റെ ഏടത്തിനെ മോനെ കെട്ടിയിരിക്കണത്. അപ്പൊ മോളെയും മോളെ അമ്മായിമാനെയും കാണാനും പോവാണ്, ഉമ്മാന്റെ ഏടത്തിനെയും കാണാൻ പോവാണ് കേട്ടോ. ഒന്നെ. അപ്പൊ കാലടിയിലാണ് അല്ലെ, നമ്മളെ തവന്നൂര് മണ്ഡലത്തിൽ കാലടിയിലാണ് ആ വീടുള്ളത്. മാണൂർ കാലടി. അങ്ങോട്ടാണ് പോകുന്നത്. മാണൂകായലൊക്കെ ഉണ്ട്. ഇപ്പൊ അതിൽ വെള്ളം ഉണ്ടാവുന്ന അറിയില്ല. ഇവരെ തൊട്ടടുത്താണ് മാണൂകായല്. അവിടുത്തെ നല്ല ഒരു പച്ചപ്പ് കാര്യങ്ങൾ, അവിടുത്തെ പ്രകൃതി ഒക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടാം. അപ്പൊ വേറെന്താ, ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാലേ. മോൾട്ടിയാ എന്തെങ്ങനെ ഒഴിഞ്ഞിരുന്നേ, എങ്ങനെ മുണ്ടാതെ? ഇതിനെ പാട്ട് പാടി തോൽപ്പിച്ചില്ല, എല്ലാരും പറയുന്നുണ്ട്. ആ പാട്ടൊന്ന് പാടാൻ പറ്റും? 2 വരി പാടിയത്. അതെ അതെ, രണ്ടാമത് പാടിക്കൂടി. അടിച്ചത് ഞാനല്ല, വടിയാണ് പൊന്നുമോനെ. നമ്മളൊരു റീൽസ് ആണ് കേട്ടോ, നല്ല അടിപൊളി റീൽസ് ആണ്. ഇതിന്റെ ഇടയിൽ ചെയ്ത നല്ല അടിപൊളി റീൽസ് ആണ്. അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി, മാഷാ അല്ലാഹ്. അപ്പൊ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ കുറ്റിപ്പുറം എത്തി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതിന്റെ പുറകെ വരൂട്ടാ. അപ്പൊ നമ്മളിത് ഇവിടെ ഏകദേശം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാലടി കഴിഞ്ഞു. പെങ്ങളെ മകളാണ് ഇതിട്ടാ. KP സുലൈഖ എന്ന സുലൈഖ ജലീലിനെ വിജയിപ്പിക്കാൻ UDF സ്ഥാനാർത്ഥിയാണ്. കാലടി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് UDF സ്ഥാനാർത്ഥി KP സുലൈഖ ജലീലിനെ വിജയിപ്പിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പെങ്ങളെ മകളാണ് ഈ സ്ഥാനാർത്ഥി. ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാണ്. മാഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ വീട്ടിലേക്ക് പോകേണ്ടത്. അവിടെ നല്ല പാടവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളിട്ട്, നല്ല രസാണ്. മാണൂക്കായൽ എന്ന് പറയും, അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അതെ, അന്ധകാലം. ഞാനും എന്റെ ചെറുപ്പത്തില് വലിയ പെങ്ങളൊരു ഇളച്ചനുണ്ട്, നാസർ എന്ന് പറയും. ഈ നാസറും ഞാനും കൂടി ഈ രണ്ടാമത്തെ പെങ്ങളെടുത്തേക്ക് വരികയാണ്. അപ്പൊ അന്ന് കണ്ടനകത്ത് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഷോർട്ട് വഴിക്ക് ഈ പാടത്ത് കൂടി നടന്നു വരലാണ്. ചെറുതുള്ള വലിയ പരിചയമൊന്നുമില്ല. അപ്പൊ അന്ന്
ഇവിടെ മൂത്താപ്പാക്ക് ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവുള്ളൂ പെങ്ങളെ കല്യാണം കഴിച്ചു. അപ്പൊ ഈ മൂത്താപ്പ അവിടെ ഈ പശുവിനുള്ള പുല്ലോ എന്തോ ചണ്ടി വലിക്കുന്നുണ്ട് ഈ കായലിനോട് ചേർന്നിട്ട്. അപ്പൊ ഇദ്ദേഹം ഞങ്ങളോട് ചോദിച്ച് നല്ല കുട്ടികളെ എവിടേക്ക് ഞങ്ങൾ പോകണ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കക്കാട്ടുപറമ്പിൽ ബ്രേക്കാർക്കാണ്. എന്നാ ആ വീട് ഞാൻ കാണിച്ചു തരേണ്ടി വരും. ആ വീട് ഞാൻ കാണിച്ചു തരേണ്ടി വരും തന്നെയാണ് ഞങ്ങളെ കൊണ്ടുപോയി. എവിടെ ഇദ്ദേഹമാണ് ആ ഇബ്രാഹിംകാരാണ്, പെങ്ങളെ അമ്മോസനുമാണ്, ഉമ്മാന്റെ ഏടത്തിലെ ഭർത്താവുമാണ്. മൂപ്പരോടാണ് ഞങ്ങൾ ചോദിച്ചതും മറുപടി പറഞ്ഞതും മൂപ്പരാണ്. ഞങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടില്ല ഇപ്പൊ കായലിന്റെ നടക്കുന്ന കണ്ടിട്ട്. അപ്പൊ ഇദ്ദേഹം പറയണ നിങ്ങൾ നേരെ പോകുന്നത് പൊന്നു മക്കളെ നിങ്ങൾ കായൽക്കാണ് പോകുന്നത്. ഏതായാലും ഞാൻ കണ്ട നന്നായി ഇങ്ങോട്ട് വരും തന്നെ കൊണ്ടുപോയപ്പോ മൂപ്പര വീട്ടിക്കാനാണ്. അതെ അതെ ഇല്ല മോളെ ഓർമ്മണ്ടാ? ചെറുതാണ്, ടൗസർ ഇട്ട് എടുക്കണ പറയാം. മൂത്തവ നമ്മളെ എപ്പോഴും കാണുന്നില്ല, ഇത് ഇത്രയും ദൂരല്ലേ. പിന്നെ മൂപ്പര വേഷം എങ്ങനെയാണ്? മൂപ്പര ഒരു തോർത്തുണ്ടും ഇതിലേക്ക് ഇറങ്ങിയ മൂപ്പര കത്തിനൊപ്പം വെള്ളമുണ്ട്. ഞങ്ങൾ കുറച്ച് അകലെന്ന് കാണാണ്. അപ്പൊ സ്ഥാനാർത്ഥിന്റെ നല്ലൊരു അടിപൊളി ഫോട്ടോ വേറെ കാണിച്ചു തരട്ടാ. അപ്പൊ ഉമ്മാന്റെ പേരക്കുട്ടിയാണ് ഞങ്ങളെ രണ്ടാമത്തെ പെങ്ങളെ മോള് സുലൈഖ ജലീൽ. അപ്പൊ വിജയിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കൊണ്ടി. നമുക്ക് പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മള് പൊതുവെ പാർട്ടിയും കാര്യം നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഉപകാരമുള്ളവർക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആയിന്റെ പൊന്നാന മക്കളെ ഒന്നൊന്നര നിപ്പാണ് നിക്കണേട്ടാ. ഏതായാലും ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. സുലൈഖ ജലീല് വരട്ടെ, കാലടി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡില് കേട്ടോ. മാഷാ അല്ലാഹ്. നമ്മളോ ഇതാണ് അവരുടെ അങ്ങാടിട്ടാ. അവരങ്ങാടിയാണിത്, അവരെ തൊട്ടടുത്ത അങ്ങാടിയാണിത്. ഓക്കെ, അപ്പൊ നമ്മള് വീട്ടിലേക്ക് എത്താനായിട്ടാ. അല്ലെങ്കിലും വേറെന്താ പറഞ്ഞു എന്റെ കുട്ടി ഓക്കെ അവതാക്കട്ടെ. ഏതായാലും ഓരോ പുതിയ പുതിയ ആൾക്കാർക്കെല്ലാം നമ്മൾ ചാൻസ് കൊടുക്കണം. അവരെങ്ങനെയുണ്ട് നോക്കാലോ. അപ്പൊ 13-ാം വാർഡിലെ വോട്ടർമാരെല്ലാം കുത്തി ഒന്ന് ഒരു ചാൻസ് കൊടുക്കും സുലൈഖ ജലീലിട്ടാ. അപ്പൊ ഞങ്ങളെ കുട്ടിയായിട്ടൊന്നും പറയല്ല, നല്ല അടിപൊളി വ്യക്തിത്വമാണ്. ഓക്കെ, നല്ല തണലൊക്കെ നല്ലൊരു ഇടുങ്ങിയ വഴിയാട്ടാ. അപ്പൊ ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട്. അവിടുന്ന് പോകുന്നു, അത് അങ്ങട്ടല്ലേ, ഇത് വേറെ റൂട്ടല്ലേ. ആ അവിടെ ആരില്ല, അവിടെ തറവാട്ടിന് നേരെ പോയിട്ട് ആരില്ല. എന്താ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോ ഇതാണ് പെങ്ങടെ വീട്, രണ്ടാമത്തെ പെങ്ങള്. മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി പറയാട്ടാ. ഓക്കെ, കൊലയിൽ തന്നെ മൂത്തമ്മണ്ട് ഉണ്ട് അവിടെ ഉണ്ട്. ഈ കാണാണ് ഉമ്മന്റെ ജ്യേഷ്ഠത്തിട്ടാ. അപ്പൊ ഉമ്മ ഇറങ്ങിയിട്ടുണ്ട്. പോരിമാ മാറി നോക്കട്ടെ, പോലെ കൈ കൊടുത്താട്ടെ. ഉമ്മാനെ ജ്യേഷ്ഠത്തിയാട്ടാ, മൂത്തമ്മയാണ്. ഒരുപാട് പെങ്ങളെ പേരക്കുട്ടിയാണ്, കുഞ്ഞോന്റെ പെങ്ങളെ മോനെ മോള്. ഇതോ ഇത് മോള് ഹുസൈൻ. ഇവൻ തല പൊന്തിക്കണേ ചേട്ടാ. ഉമ്മാക്ക് പനിയാ? അപ്പൊ അൽഹംദുലില്ലാ ഏടത്തി അനിയത്തിയും കൂടി ഇവിടുത്തെ ഇരുന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ, മുതമ്മ കൊറേ ദിവസമായി ഉമ്മാനെ കണ്ടിട്ടില്ലമ്മ. മുത്തമ്മ കൊറേ ദിവസമായി കണ്ടിട്ട് അറിയാം. ഇത് തണുത്തോളം വേണോ പിടിക്കുവാ? ദിവസത്തേക്കൊന്നല്ല, മാസം കൊല്ലമായി കണ്ടിട്ടില്ല. മാഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് ഞങ്ങളെ മൂത്തമ്മ. ഇങ്ങനെ പറ്റായി. ഇത് അളിയൻ ഉപയോഗിക്കുന്ന വണ്ടി, അളിയൻ്റെ വണ്ടി. ഇത് പെങ്ങളെ മരുമകളെ വണ്ടി, അതായത് കുഞ്ഞോൻ്റെ ഭാര്യൻ്റെ.
ഇത് പെങ്ങളെ മോളെ വണ്ടി. പിന്നെ വീടിൻ്റെ ഉള്ളൊക്കെ കാണിച്ചു തരട്ടോ. അപ്പോൾ നമുക്ക് പെങ്ങളെ വീടിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കട്ടാ. അപ്പൊ നമ്മള് മുമ്പ് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് പെങ്ങളെ മോള് സുലൈഖ ജലീൽ ട്ടാ. വോട്ട് അടിക്കന്നെ ട്ടാ. അപ്പൊ സ്ഥാനാർത്ഥിനെ നേരിട്ട് കണ്ടിട്ട് വെക്കണേ. ഓക്കെ, ഇതാണ് ഞങ്ങളെ അളിയനാണ്, പെങ്ങളെ ഭർത്താവ്. മൂപ്പരിങ്ങനെ അവിടെ ഒരു നിക്കാഹിന് പോയി വരികയാണ്. അപ്പൊ ഒരു അടിപൊളി ഭക്ഷണം കഴിച്ചു. പക്ഷെ വീഡിയോ എടുക്കാൻ മറന്ന്. നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ വേറെ ഒന്നും ഓർത്തില്ല. ആ സത്യത്തിൽ മറന്നാണ്. ബിരിയാണി എന്ന് പറഞ്ഞാൽ പക്ക അടിപൊളി ബിരിയാണി ആയിരുന്നു. കഴിച്ചിട്ടൊന്നും ഓർമ്മയില്ല, കണക്കില്ല. 2 മണി കഴിഞ്ഞില്ല. പിന്നെ സ്പെഷ്യലിന്റെ അതുപോലെ തന്നെ ഉണ്ണിത്തണ്ട് ഉണ്ട് അല്ലേ? ഉണ്ണിത്തണ്ടും കാണുമ്പോ തിന്നാൻ വെള്ളം ഫുള്ളായിട്ട്. മാള് പിന്നെ അധികം കഴിച്ചിട്ടില്ല. കാരണം ഡയറ്റ് അധികം കഴിച്ചിട്ടില്ല, വളരെ കുറവാണ്. പ്ലേറ്റ് ഉണ്ടല്ലേ? അതെ, കാലിയാണ്. ആദ്യത്തെ പ്ലേറ്റ് കൊണ്ടുപോയതാണല്ലേ? അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഓക്കെ, അൽഹംദുലില്ലാ. മുന്നൂതാ ഓക്കെ. അപ്പൊ ഇതാണ് കാലടി. എത്രാം വാർഡാണ്? 13ാം വാർഡ്. 13ാം വാർഡ് സ്ഥാനാർത്ഥി വിജയിപ്പിക്കുക. അതെ, കാലടി ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് സ്ഥാനാർത്ഥിയുടെ കൂടെയാണുള്ളത് ജലീൽ. നമ്മളെ പെരിയില് സ്ഥാനാർത്ഥിയല്ലല്ലോ, പെങ്ങളെ മോളാണ്. അപ്പൊ ഒന്നും നോക്കണ്ട, ഒരു ചാൻസ് കൊടുത്ത് എങ്ങനെയുണ്ട് നോക്കാൻ നമുക്ക് ഒരു പരീക്ഷണം കൊടുക്കണം. പെരിയില് മൂല്യരല്ലോ. ഓക്കെ, അപ്പൊ ഞങ്ങള് പോവുകയാണ്. വാതിലടച്ചോ. അപ്പൊ ഞങ്ങള് കേരിയാണ്. കേരിക്കോ. ഇമ്മാനെ കാത്ത് 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 കൊയങ്ങി. അമ്മ കുഞ്ഞോളായിട്ട് വർത്താനം പറയാനവിടെ. അപ്പൊ പോവുകയാണ്. കാണാൻ വന്നതാ, അല്ലെങ്കിൽ വരൂല. അപ്പൊ അൽഹംദുലില്ലാ അമ്മാക്ക് ഉമ്മാന്റെ ഏടത്തിനെയും, അപ്പൊ മക്കളെ ഉമ്മാന്റെ ഏടത്തിനെയും മോളെ അമ്മായിമാനെയും മോളെയും കുട്ടികളെയും പേരക്കുട്ടികളെയും ഒക്കെ കണ്ടുതാ പോവുകയാണ്. നല്ല മഴന്റെ ലക്ഷണമുണ്ട്, മഴ പെയ്യുന്നുണ്ട് അല്ലേ? ആളോ പെയ്യുന്നുണ്ട്. ഇനി സ്ട്രോങ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് അവക്ക് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് പ്രചരണത്തിന് പോകാൻ പറ്റിയില്ല, മഴ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. അപ്പോ നാളെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരാം. എല്ലാവർക്കും ഒരു ബയറിനാണ്.